ടീം ഒന്ന് സ്റ്റേജിലേക്ക് വരും പെട്ടെന്ന് തന്നെ ഉണ്ട്. കണ്ട അസൂയപ്പെട്ടൊരു കാര്യം കേട്ടോ, കയ്യടിക്കാം. ഇതാണ് ഒരു ടീമിന്റെ വിജയം എന്ന് പറഞ്ഞത്. ഒരു ടീമിന്റെ വിജയമാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഹാൾ നടക്കുന്നത് നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു റെക്കഗ്നൈസേഷൻ, ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ആദരവ് നമ്മൾ കണ്ടപ്പോ ഉമ്മയ്ക്ക് എന്ത് തോന്നിമ്മ? ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ? അല്ല, ഇതുവരെ കൂടെ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. എന്തെങ്കിലും ജസ്റ്റ് ഒരു വാക്ക്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. കാരണം ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളോടെ വന്നിട്ട് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ എനിക്ക് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് തന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ഞാൻ വളരെ സ്നേഹപൂർവ്വം ആ വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് അത് കൊടുക്കാൻ ചെറിയൊരു ആദരവുണ്ട്. നിറഞ്ഞ കൈകളോടെ ആ വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. ചിന്താനായിട്ട് ഞാൻ വിളിക്കുക. പേര് പരിചയപ്പെടുത്തി മുബിനാസ്. ബാലുശ്ശേരിയാണ്, ബാലുശ്ശേരി കോക്കല്ലൂരാണ്. ഏകദേശം ഒരു 18-19 വയസ്സിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സിനിമാ ഭ്രാന്തുമായിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഒരു മുബിനാസ് ഒരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് ആ ചെന്നൈ സിറ്റിയിലൂടെ ഒരുപാട് വെയിലത്ത് വാട്ടർ സപ്ലൈ, ഓരോ ഫ്ലാറ്റിലൂടെ വാട്ടർ സപ്ലൈ ചെയ്ത് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ വെറുതെ ഇരിക്കുന്ന സ്വഭാവം അന്നുമില്ല ഇന്നുമില്ല. അവിടുന്ന് നേരെ ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂർ ഒരുപാട് ഐഡിയയുടെ റീചാർജ് കൂപ്പൺ അങ്ങനെയുള്ള ഫീൽഡ് വർക്ക് ഒരുപാട് ചെയ്തു. ഒരു സ്ഥലത്ത് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന എനിക്ക് സ്വഭാവമില്ല. പാർട്ട് ടൈം കിട്ടുമ്പോൾ ഹോട്ടലിൽ സപ്ലൈക്ക് പോയിട്ടുണ്ട്, ഹോട്ടലിൽ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരു മേഖലയിൽ പല മേഖലയിൽ മുബിനാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം തിരിച്ച് നാട്ടിലെത്തിയ സമയത്താണ് ഈ കല്ലിന്റെ പണിക്കും അതുപോലെ തന്നെ കോൺക്രീറ്റ് വർക്കും അങ്ങനെയുള്ള സാധാരണ എല്ലാ കൂലിപ്പണിക്കും പോയി അവസാനം എത്തിയ ഒരു ഫീൽഡ്. എൻ്റെ ഇപ്പം ഞാൻ താമസിക്കുന്ന ബാലുശ്ശേരി ഞങ്ങൾ വന്ന സമയത്ത് അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു 40 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം കണ്ടപ്പോൾ ഒരു മോഹം തോന്നി, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ മതി. ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും ട്രഡീഷണൽ ബിസിനസ്സിൽ ഒന്നുകിൽ വിജയിച്ച ആൾക്കാരെയും അല്ലെങ്കിൽ ഭൂരിഭാഗം തോറ്റ ആൾക്കാരെയും. അപ്പൊ അങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിൽ കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആ സ്ഥലത്ത് കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങി, ഏകദേശം ഒരു 100-150 കോഴിക്കുട്ടികളെ വാങ്ങി ചെറിയ രീതിയിലൊരു കോഴി ഫാം തുടങ്ങിയ ഒരു മുബിനാസ് ആണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ആ 100 കോഴി ഏകദേശം 150, 500, 1000, ഏകദേശം 2000, 4000, 8000 കഴിഞ്ഞ് 12,000 കോഴിയുടെ
വലിയൊരു ഫാം നടത്തിയ ട്രഡീഷണൽ ബിസിനസ്സിൽ ബാലുശ്ശേരിയിൽ കോഴിയുടെ ഒരു മേഖലയിൽ ഒരു സാന്നിധ്യം അറിയിച്ചത് 22-ാം വയസ്സിലാണ്. 22-ാം വയസ്സിലാണ് ഞാൻ ആ സാന്നിധ്യം അറിയിച്ചത്. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഫാമിൽ നിന്ന് നേരെ ഒരു പീടികയിലേക്ക്, ഒരു കടയിലേക്ക് മാറിയാൽ എങ്ങനെ ഉണ്ടാവും? ട്രഡീഷണൽ ബിസിനസ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു കട എടുക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു, നമ്മൾ വാടക കൊടുക്കുന്നു, അങ്ങനെ ഒരു മേഖലയിലേക്ക് പല വ്യക്തികളും ഏറെയായ വ്യക്തികളുണ്ട്. അതേ ഒരു കാറ്റഗറിയിലേക്ക് ഞാനും കയറി ചെന്നു. പക്ഷേ എൻ്റെ അധപ്പതനം അവിടെ. ഏകദേശം 1 വർഷം ഞാൻ ആ കോഴിക്കടയിൽ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ബാലുശ്ശേരിക്കാരുണ്ടാവും. ബാലുശ്ശേരിയിൽ കോക്കല്ലൂർ സ്ഥലമുണ്ട്. കോക്കല്ലൂർ വന്നാൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള സത്യാവസ്ഥ അറിയാം. 2 വർഷം മുന്നേ കോഴിക്കട നടത്തി ഏകദേശം 8 ലക്ഷം രൂപ കടമായിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഉപദ്രവങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് അനുഭവിച്ചൊരു മുബിനാസ് 2 വർഷം മുന്നേ ഉണ്ടായിരുന്നു. ആ മുബിനാസ് അവസാനം നമ്മളെ മലയാളി എല്ലാ കാര്യത്തിലും മലയാളം മുൻപന്തിയിലാണ്, വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണ്, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണെങ്കിലും ആ മലയാളികൾ അവസാനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു പ്രതീക്ഷയെ നശിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു വഴിയാണ് എന്തെങ്കിലും ചെയ്തിട്ടങ്ങ് മരിച്ചു കളയാം. ഏകദേശം 8 ലക്ഷം രൂപ കടമായ സമയത്ത് ഞാനും തീരുമാനിച്ചൊരു വ്യക്തിയാണ് മരിച്ചു കളയാൻ. ഇന്നിങ്ങനെ സംസാരിക്കാനുള്ള വിധി ഉണ്ടാവും ഞാൻ അന്ന് വിചാരിച്ചതല്ല, ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. അന്ന് ഞാൻ തെരഞ്ഞെടുത്തത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി കടപ്പുറത്ത് എപ്പോഴും ഞാൻ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ ആ കടലിലേക്ക് ചാടാൻ പോയ മുബിനാസ് ഉണ്ടായിരുന്നു. ആ ചാടാൻ പോയ സമയത്താണ് വേറെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഫോണിലേക്ക് ഉമ്മ വിളിച്ചത്. ഉമ്മ ഒന്നും അറിഞ്ഞില്ല ഈ മകൻ മരിക്കാൻ പോവാൻ. പക്ഷെ അവരറിയില്ല. ആ ഒരു വിളി കൊണ്ട് മാത്രം, ആ ഒരൊറ്റ വിളി കൊണ്ട് മാത്രം അന്ന് മരിക്കുന്നത് തിരിച്ചു വന്നത്. അന്ന് എന്നോട് ആരോ മനസ്സിൽ പറഞ്ഞു, നിനക്ക് മരിക്കാനുള്ള ധൈര്യത്തിന്റെ ഒരു 10% നിനക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു നടന്നോ എന്ന് പറഞ്ഞപ്പോ അന്നെടുത്തൊരു തീരുമാനമാണ്. അന്നെടുത്തൊരു തീരുമാനം. അന്ന് മോദിക്കാരന്റെ മുമ്പിൽ വന്നിട്ടില്ല. എന്റെ അയൽവാസിയായ ഒരു വ്യക്തി, ഇതാ ഇപ്പം വന്നു പോയ വ്യക്തി, ഞാൻ ആ വ്യക്തിയെ ഇങ്ങനെ ആദരിച്ചാൽ പോരാ. കടമായി നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചതാണ് അവരെ വീട്ടിലേക്ക്. ഇങ്ങനെ ഒരു അവസരം, ഒരു 52 വയസ്സുള്ള ഒരു ചേച്ചി എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കൂ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും എനിക്ക് തോന്നുന്നു, നീ ഒന്ന് കേട്ട് നോക്കൂ. സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് ഫീൽഡ് ആണെങ്കിൽ മലയാളിക്ക് തോന്നുന്ന അതേ ഒരു രീതി എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താ തോന്നിയത്? ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുറെ സാധനം വന്നു പോയതല്ലേ എന്നുള്ള ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്ട്സ് വാങ്ങി എല്ലാവർക്കും വാട്സപ്പിൽ എല്ലാവരും അയക്കുന്നുണ്ട്. ഞാനൊരു ഷാമ്പൂവിലാണ് ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്തത്. താരന്റെ ഷാമ്പൂ. എപ്പോഴും ഞാൻ ആ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ബഹുമാനിക്കും. കാരണം ഇത്രയും നല്ലൊരു അവസരം കണ്ട ഒരു പ്രൊഡക്റ്റാണ് ഷാമ്പൂ. ആ സാധനം ഉപയോഗിച്ച് റിസൾട്ട് വന്നു. ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അവസാനം ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരുപാട് വ്യക്തികൾ എന്നെ കണ്ടു പറഞ്ഞു, നീയും പെട്ടോ മോദി കെയറിൽ. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, ഭയങ്കര ടെൻഷനായി. കാരണം കുറെ ജനങ്ങൾ പറഞ്ഞു നീയും പെട്ടോ മോദി കെയർ. കാരണം കോക്കല്ലൂരിൽ ഓൾറെഡി 5 വർഷവും 6 വർഷവും മോദി കെയർ ചെയ്ത ആൾക്കാരുണ്ട്. അവരൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ഞാൻ ബാലുശ്ശേരി ഒന്ന് പഠിച്ചു. ബാലുശ്ശേരി പഠിച്ച സമയത്ത് 2 വർഷം 1.5 വർഷം കൊണ്ട് ബാലുശ്ശേരി അങ്ങാടിയിൽ വെറും മോദി കെയർ കൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന കാർ എടുത്ത ഒരു 4-5 ലീഡേഴ്സ് ബാലുശ്ശേരിയിലുണ്ട്. അവരെ ഞാൻ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. അവരെന്താണോ ചെയ്തത് അത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അവരെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നിലവിൽ തോറ്റ ആൾക്കാർ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അവരെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മോദി കെയർ ചെയ്തു. പക്ഷെ വിജയിച്ച ആൾക്കാർ ചെയ്തത് അവരുടെ എല്ലാ വർക്കുകളും മോദി കെയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിലേ മറ്റുള്ള മേഖലയിൽ പോകുന്നുള്ളൂ എന്നാണ്. അവർ 1 വർഷം 2 വർഷം അവര് ബിസിനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ട് ചെയ്തു. മറ്റുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എനിക്ക് എന്റേതായ ഒരു ഗഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. എല്ലാം നശിച്ചു തന്നെ പിന്നെ എന്താ ഒരു ഗഡ്സിന് കുറവ് അല്ലെ? ഞാൻ എല്ലാം നശിച്ചൊരു വ്യക്തിയായിരുന്നു. അവിടുന്ന് ഉയർത്തി എഴുന്നേറ്റാണ് ഇന്ന് ബാലുശ്ശേരി കോക്കല്ലൂരിലെ ആദ്യത്തെ ഡയറക്ടർ ഞാനാണ്, ആദ്യത്തെ സീനിയർ ഡയറക്ടർ ഞാനാണ്, ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാനാണ്, ആദ്യത്തെ കാർച്ചിവർ ഞാനാണ്. എടുക്കുന്ന തീരുമാനം എപ്പോ ചെയ്തു എന്നല്ല മോദി കെയറിന്റെ സക്സസ്. എന്ത് ചെയ്തു നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പുതിയ വ്യക്തികളോട്, എസ്പെഷ്യലി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ട്രഡീഷണൽ ബിസിനസ്സിൽ ഏറെയാണ് ഞാൻ. വീണ്ടും നിങ്ങൾ ആ മേഖലയിൽ പോകരുത്. ടെക്നോളജി മാറി. ആ ടെക്നോളജിയുടെ മാറ്റത്തിന്റെ വലിയൊരു തുടക്കം മാത്രമാണ് മോദി കെയർ. ഇവിടെ നിങ്ങൾ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനോ വയസ്സിന്റെ ക്വാളിഫിക്കേഷനോ സൗന്ദര്യത്തിന്റെ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് രക്ഷപ്പെടാനുള്ള ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും മോദി കെയറിൽ വന്നോ രക്ഷപ്പെടാം. ഒരു 1.5 വർഷം നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആയി ചെയ്യണം. തിരിഞ്ഞു നോക്കരുത്. അവനവന്റെ തലയ്ക്ക് അവനവന്റെ കൈ മാത്രമേ തണലാവൂ എന്നുള്ള ഒരൊറ്റ വാശി. ഇത്രയും സംസാരിക്കാനുള്ള കാര്യം വേറൊന്നുമല്ല. ഒരുപാട് മേഖലയിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ കിട്ടിയൊരു വ്യക്തിയാണ്. ഒരുപാട് മേഖലയിൽ അവർക്കുള്ള ആദ്യത്തെ മധുര പ്രതികാരം മാത്രമാണ് മോദി കെയറിൽ ഈ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ
ഇനി കിടക്കുന്നേ ഉള്ളൂ. മുബിനാസിന്റെ എനിക്കിപ്പോ ഉത്തരവാദിത്തം കൂടി. ഇവിടെയുള്ള ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരൊക്കെ ഈ പോസ്റ്റിൽ എത്തിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ഇനി എനിക്ക് മുന്നോട്ടുള്ളത്. അതിന് എന്റെ കൂടെ എന്ന എല്ലാ ടീം മെമ്പേഴ്സിനും, എസ്പെഷ്യലി ടീം ഗ്ലോബൽ ഓർഗനൈസേഷനും, മോദി കെയറിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ കാണുന്നത് അടുത്ത ലെവലാണ്.